Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. കൂടുതൽ അങ്ങനെ ക്ലീനിങ് ഒന്നും കാണിക്കുന്നില്ല ഞാൻ. ക്ലീനിങ് ചെറുതായിട്ട് കാണിക്കുന്നുള്ളൂ, അങ്ങനെ കൂടുതലായിട്ട് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് തിരക്ക് പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഞാൻ റെസിപ്പി ഒന്നും അങ്ങനെ പറഞ്ഞുതരാനും കാണിച്ചു തരാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഹസ്ബൻഡിന് ജോലിക്ക് പോകണമല്ലോ, അതുകൊണ്ട് പിന്നെ കുറച്ച് തിരക്ക് പിടിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് രാവിലെ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയാണ്. പിന്നെ ഗ്രീൻ പീസ് കറീൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിന്, പക്ഷെ അത് വ്ളോഗിലായതുകൊണ്ട് പിന്നെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ വലിയ പണിയൊന്നുമില്ല ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ. തലേന്ന് രാത്രി ഗ്രീൻ പീസ് വെള്ളത്തിലിടാം. എന്നിട്ട് നമ്മൾ ഒരു കുക്കറിൽ ഉള്ളി, പിന്നെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി വേണ്ട, എന്നിട്ടെല്ലാം കൂടിയിട്ടൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് നല്ലോണം കൈയിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ലേശം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും, എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് അടിച്ച് വെച്ചിട്ടൊരു 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഗ്രീൻ പീസ്. എന്നിട്ട് വെന്തതിന് ശേഷം പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ലേശം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗ്രീൻ പീസ് കറി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം തുണി അലക്കാനിട്ടിന്. പിന്നെ തലേന്ന് അലക്കിയ കുറച്ച് തുണിയുണ്ട്, അതെല്ലാം ഞാൻ എടുത്തിട്ട് മടക്കിയിട്ടെല്ലാം വെച്ച്. അതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ വന്നിട്ട് പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി കിച്ചണെല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്നത്. പിന്നെ റൂം അടിച്ച് വരാനൊന്നും കഴിഞ്ഞിട്ടില്ല, അതെല്ലാം ഞാൻ പിന്നെ കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് പോയിട്ട് അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. രാവിലത്തെ കഴിഞ്ഞാൽ കിച്ചൺ എന്തായാലും ക്ലീൻ ചെയ്യണമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് പാത്രം കണ്ടാൽ പിന്നെ അതെല്ലാം കഴുകാൻ നിന്നു, അതുകൊണ്ട് പിന്നെ അപ്പുറമൊന്നും അടിച്ച് വരാൻ നിന്നിട്ടില്ല. അപ്പോൾ ഞാനിത് പിന്നെ ടേബിളെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഇവിടെയെല്ലാം ഒന്ന് പൊടിയെല്ലാം മുട്ടിയിട്ടൊന്ന് ഇവിടെയെല്ലാം ഒന്ന് ആവും തുടക്കണം, എന്നിട്ട് വേണം അടിച്ച് വരാൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചോറിൻ്റെ പണി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. പിന്നെ ഞാനിന്ന് ഉച്ചക്ക് ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത്, ബീഫിനെ കൊണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബീഫും ചിക്കനെല്ലാം എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഐസ് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇറച്ചിച്ചോറ് ഉണ്ടാക്കുമ്പോൾ നല്ല ബോണോട് കൂടിയിട്ടുള്ള ഇറച്ചി തന്നെ എടുക്കാൻ നോക്കാം. വെറും തനിക്കഷ്ണോ പിന്നെ അതുപോലെ തന്നെ വെറും കൊട്ട് മാത്രമെല്ലാം ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്താക്കാൻ, ബോണോട് കൂടിയിട്ടുള്ള ഇറച്ചി ഉണ്ടാവില്ല, അത് നോക്കിയിട്ട് എടുക്കാൻ നോക്കാം. എന്നാലാണ് നമ്മൾ ഇറച്ചിച്ചോറിന് നല്ല ടേസ്റ്റ് കിട്ടാൻ. അപ്പോൾ ഞാൻ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് എടുത്തത്. ഈ ബീഫ് ഞാൻ നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഇറച്ചിച്ചോറിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടാതിന് ശേഷം ഇതിലേക്ക് 3 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, മീഡിയം സൈസിലുള്ള 3 സവാള. എന്നിട്ട് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ സവാള വാടുന്ന നേരം കൊണ്ട് നമുക്ക് ഈ തക്കാളിയിലൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടിയിട്ട് ചതച്ചെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ 3 തക്കാളിയാണ് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 10-12 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് ഞാൻ 5-8 എടുത്തിട്ടുണ്ട്. നല്ല എരിവുണ്ട് പച്ചമുളകിന്, അതുകൊണ്ട് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടിയിട്ട് ഒരുമിച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ചതച്ചെടുക്കാം. എന്നിട്ട് ഉള്ളി വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർത്തിട്ട് ഈ തക്കാളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബിരിയാണിയും ഇറച്ചിച്ചോറെല്ലാം വെക്കുന്ന സമയത്ത് പഴുത്ത തക്കാളി എടുക്കാൻ നോക്കാം, അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തക്കാളി നല്ലോണം ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ച ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടീസ്പൂണ് നിറയെ ഇട്ട് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറേയൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ബീഫ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് അത്രയും മതി. അപ്പോൾ നമ്മൾ ബീഫ് വേവുന്ന നേരം കൊണ്ട് ഞാനിരുന്ന് ചിക്കന് കഴുകാനിട്ടിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ചിക്കന് പൊരിക്കുന്നത് സാധാരണ പൊരിക്കുന്ന പോലെ തന്നെയാണ്, വേറെ പൊടിയൊന്നും ചേർക്കുന്നില്ല. വെറും മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മാത്രമേ ഞാൻ ചിക്കന് പൊരിച്ചെടുക്കുന്നുള്ളൂ. പിന്നെ ഈ ചിക്കൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ 1 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊരിച്ചെടുക്കുന്നത് വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ഇട്ടിട്ടാണ്. അപ്പോൾ ഇത് പൊരിക്കുന്ന സമയത്തെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി അധികം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എന്താ പറയുക കക്കത്തോടെ, അതായത് കുറച്ച് ഗ്രേവിയോടെ വേണം പൊരിച്ചെടുക്കാൻ. എന്നാലാണ് ഈ ചിക്കന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകാൻ. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് നെയ്യിലിട്ടിട്ട് പൊരിച്ചെടുക്കണം. ഞാനധികം ഇങ്ങനെ തന്നെയാണ് ചിക്കൻ പൊരിച്ചെടുക്കൽ. പിന്നെ എപ്പോഴെങ്കിലാന്ന് നല്ല എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള പൊരിച്ചെടുക്കും. ഇത് പിന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചിക്കൻ പൊരിച്ചത്. അപ്പോൾ ഞാൻ പൊരിക്കേണ്ട ചിക്കന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചോറ് വെക്കണം. അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ഗ്ലാസ് നേരിയരിയാണ് എടുക്കുന്നത്. ഞാൻ സാധാരണ 3 ഗ്ലാസ് അരി തന്നെയാണ് എടുക്കൽ. ഇനി നിങ്ങൾക്ക് എത്രയാണോ അരി വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാൻ. ഇതിപ്പോൾ നമുക്ക് വേണ്ടുന്ന അരിയാണ് എടുത്തതാണ് 3 ഗ്ലാസ് അരി. ഇനി ഈ അരി നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ അരി നല്ലോണം കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കന് വേവിക്കാൻ വെച്ചിനല്ലോ, അത് വന്നിട്ടുണ്ട്. ഇനി ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടമാണെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നുന്നത് വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ടാണ്. ഓയിൽ ടേസ്റ്റ് ഇല്ല എന്നല്ല, ടേസ്റ്റെല്ലാം ഉണ്ടാവും. പക്ഷേങ്കിൽ വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ചിക്കൻ ഇടുന്ന് പൊരിയുന്ന നേരം കൊണ്ട് നമുക്ക് ചോറിൻ്റെ പണിയിലൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചെമ്പിയുടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിതിൽ RKG ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, ഓയിൽ മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഞാൻ സാധാരണ ഇറച്ചിച്ചോറ് ഓയിൽ തന്നെയാണ് ഉണ്ടാക്കൽ. ഇനി നിങ്ങൾക്ക് RKG വേണമെന്നുണ്ടെങ്കിൽ RKG ഒഴിച്ച് കൊടുത്തേ. എന്നിട്ട് ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 4 ഏലക്കായും 4 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഞാനിവിടെ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. പക്ഷേങ്കിൽ ഞാൻ 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഞാനിതിൽ ഒഴിച്ച് കൊടുത്തത് 3.25. എന്താണെന്ന് വെച്ചാൽ മസാലയിൽ കുറച്ച് ഗ്രേവി ഉണ്ട്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ഞാൻ കുറച്ചിട്ടാണ് ഉള്ളത്. ഇനി ഗ്രേവി ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് അളവിൽ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പുളിനാരങ്ങൻ്റെ നീര്. ഞാനിവിടെ ഒരു പുളിനാരങ്ങൻ്റെ നീരാണ് ചോറിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം. പിന്നെ വെള്ളം വറ്റാനായ സമയത്ത് വേണം നമ്മൾ ഈ മസാല ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇറച്ചിച്ചോറിൻ്റെ മസാല ഇവിടെ ആയിട്ടുണ്ട്. ബീഫെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിലും പുളിനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം. ഒരു പുളിനാരങ്ങൻ്റെ നീര് തന്നെ ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പ് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറിൻ്റെ വെള്ളം ഇവിടെ വറ്റാനായിട്ടുണ്ട്. ഏകദേശം കുറച്ചും കൂടി ഇതിൽ വെള്ളമുണ്ട്. ഈ വെള്ളം വറ്റാനാകുന്ന സമയത്ത് വേണം നമ്മൾ മസാല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. മസാല ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിൽ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഗ്രേവി ഉണ്ടല്ലോ, അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് ഈ ചോറ് വേവിച്ചെടുക്കാം. ചോറ് വേകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ചോറ് അടിക്ക് പിടിച്ചു പോകും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ
ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതെല്ലാം ഒന്ന് കയറ്റെടുത്ത്. അതിനിടയ്ക്ക് ഞാൻ ചോറ് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചോറ് അടിക്ക് പിടിച്ചു. അപ്പോൾ ചോറ് ഏകദേശം ഇവിടെ വേകാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചോറിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഇറച്ചിച്ചോറ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വെള്ളത്തിൻ്റെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. എത്രയാണ് ഇറച്ചിക്കറിയിൽ ഗ്രേവി ഉള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡിയായി. പിന്നെ ഇത് ചിക്കനെ കൊണ്ടും മട്ടനെ കൊണ്ടെല്ലാം ഉണ്ടാക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ബീഫ് വെച്ചിട്ട് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ബീഫ് വാങ്ങുമ്പോൾ ബോണോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ വാങ്ങാൻ നോക്കാം. അതിനെക്കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ ചോറ്. അങ്ങനെ ചോറായതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഞാൻ മാങ്ങച്ചാറും പിന്നെ ചട്ടണിയാണ് ഈ ഒരു ഇറച്ചിച്ചോറിന് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നല്ല കച്ചമ്പറിയും പപ്പടെല്ലാം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ മാങ്ങച്ചാറും ചട്ടണിയാണ് എടുത്തത്. പിന്നെ മാങ്ങച്ചാറ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിന്, മാങ്ങച്ചാറും പിന്നെ ബീട്രൂട്ട് ഈത്തപ്പഴം വെച്ചിട്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടത് കണ്ടു നോക്കാം. നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അച്ചാർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു മാങ്ങച്ചാർ. അപ്പോൾ ചോറെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിനി, അപ്പോൾ അത് കാണാത്തവരുണ്ടത് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ പിസ്സക്കുള്ള മാവിയുടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറത്തേക്ക് പൊങ്ങാനായിട്ട് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ചിക്കന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പിസ്സ സോസ് ഉണ്ടാക്കുന്നതും ഞാൻ ആ ഒരു പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചിനി. നല്ല ടേസ്റ്റാണ് ഈ ഒരു പിസ്സ സോസ്, ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ചിക്കൻ പിസ്സ ഉണ്ടാക്കി നോക്കാം. നമ്മൾ പുറത്തുനിന്നെല്ലാം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിസ്സ തിന്നാൻ പൂതി വെക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ആക്കി കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ 2 മണിക്കൂറിന് ശേഷം പിന്നെ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ മാവന നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക, എന്നിട്ടൊരു ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ രാത്രി ഫുഡ് ഉണ്ടാക്കുന്നില്ല, ഉച്ചക്ക് ഉണ്ടാക്കിയ ഇറച്ചിച്ചോറുണ്ട്. പിന്നെ ഞാൻ കുറച്ചധികം വെച്ചിന് ഇറച്ചിച്ചോറ്, പിന്നെ പിസ്സയുണ്ട്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല. പിന്നെ മക്കൾ പിസ്സ കഴിക്കുന്ന 2 കഷ്ണം കഴിക്കും. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, പിന്നെ അതും കൂടി കഴിച്ചാൽ പിന്നെ അങ്ങനെ വിശപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ രാത്രി കുറച്ചേ കഴിക്കും. പിന്നെ ഞാൻ പറയാൻ വിചാരിച്ച കാര്യം, വീഡിയോ ഞാൻ ഇപ്പോൾ കുറച്ച് 2-3 ദിവസം കൂടുമ്പോൾ നല്ല ഇടുന്നത്. അത് ഇടാൻ കാരണം എന്ന് വെച്ചാൽ കാല് വേദന ഉള്ളതുകൊണ്ട് എനിക്ക് ഡെയിലി ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഡെയിലി ഇടാൻ നോക്കാം, ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ കാണാതിരിക്കുന്നത് എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി കാണും, അതും കൂടി പ്രസ് ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയുടെ റെഡിയായി. അപ്പോൾ ഈ ഒരു പിസ്സയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഇതാണ് ഇന്ന് വൈകുന്നേരത്തേക്ക് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.